ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രാത്രിയിൽ എടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെങ്കലവ മേടിച്ചായിരുന്നു. ചെങ്കലവ ഉച്ചയ്ക്ക് മേടിച്ചു. പിന്നെ ഇവിടെ ഒരു അമ്പലത്തിൽ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് പോയേക്കുമായിരുന്നു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ടു. അത് കാരണം അമ്പലത്തിൽ പോകുന്നുണ്ട്, മീൻ എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം വൈകിട്ട് ഒരു വീഡിയോ ഒന്ന് എടുക്കാം. അപ്പം ചെങ്കലവായ അതാണ്, നല്ല അടിപൊളി ചെങ്കലവായ. അത് ഞാൻ വെട്ടിയല്ല, കഴുകി ഇവിടെ വെച്ചു. പിന്നെ നമ്മളൊരു 3 അതിൽ നിന്ന് എടുത്തു വറക്കാൻ, ചെറുതായിട്ടുള്ള. എന്നാലും ഇപ്പം മീനൊക്കെ ഇപ്പം ഈ ട്രോളിങ്ങൊക്കെ തീർന്നുകൊണ്ട് ഒരുവിധം എന്നാലും 100 രൂപയുള്ള അര കിലോയ്ക്ക്. അപ്പം മീനൊക്കെ മേടിച്ചപ്പം ഞാൻ വിചാരിച്ചത്, ഞാൻ അന്നേരം ഒരു മുറി തേങ്ങ എല്ലാം വറുത്തു ആണ്ട് മിക്സിക്കകത്തിട്ട് അരച്ച് ഞാൻ വെച്ചു. അപ്പോൾ ഇനി നിങ്ങളെ ആ മീൻ വെക്കുന്നതെന്ന് കാണിക്കാൻ. എല്ലാവർക്കും അറിയാം മീൻ വെക്കുന്നത്, എന്നാലും നമ്മൾ വീഡിയോ ഇടണമല്ലോ, അതിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പം ഓക്കെ എങ്കിൽ അപ്പം നമ്മുടെ മീൻ ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ട, ഞാൻ വറുത്തരച്ചതായിരുന്നു, തേങ്ങ തന്നെ വറുത്തരച്ചു. അപ്പം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് കലക്കി ഇതിനകത്ത് ചേർക്കാം. ഞാൻ കൈയിട്ട് തന്നെ കഴുകുന്നത് കേട്ടോ. നമ്മളെ കൈയുടെ ഒരു രുചി വരണമെങ്കിൽ കൈയിട്ട് തന്നെ മീനൊക്കെ കലക്കി ചേർക്കണം കേട്ടോ. അപ്പം ഞാനിത് തേങ്ങായും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 5-6 കഷ്ണം ഉലുവായി, ഇത്രയും കൂടെ ഞാൻ ഞാൻ തേങ്ങ വറുത്തെ. പിന്നെ വേണ്ട, ഞാൻ ഇവിടെ ഉണക്കിയ പുളി തന്നെ, തോട്ടുപുളി, ഞാൻ അതാണ് ഇപ്പോൾ ഇടുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉണക്കിയെടുത്ത പുളി. അപ്പം നമുക്ക് ഒരു ശകലം വെള്ളവും കൂടെ വെക്കാമെന്ന് വെച്ചാൽ ഇത് നല്ലോണം വേവണമില്ല. എന്നിട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് ഉപ്പും കൊടുക്കും. വെളിയിൽ നല്ല മഴ നടക്കുന്നു. ഇപ്പം ഞാൻ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. മഴ നടക്കുന്നു, നല്ല മഴയുണ്ട് വെളിയിൽ. അപ്പം നമുക്കിതൊന്ന് അങ്ങോട്ടൊന്ന് വെക്കാം. ഇവിടെ വന്നുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അടപ്പും ഒക്കെ കുറവാണ് ഒത്തിരി. അപ്പം നമ്മൾ ഈ ഒരടപ്പിട്ട് ഇതൊന്ന് അടച്ചു വെക്കും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കും. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമ്മൾ 3 ചെങ്കലവ എടുത്തെന്ന് പറഞ്ഞില്ല, ഇതിന് നമുക്ക് ഇച്ചിരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ നമുക്കിതൊന്ന് ചേർക്കാം. അപ്പം ഞാനിതിനകത്ത് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി, നമ്മുടെ വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ ഒന്ന് പറിച്ചുകൊണ്ട് വന്ന കരിയാപ്പില അവിടെ പിന്നെ ഉണ്ട് അവിടുന്ന്. അപ്പം ഞാൻ 2 പച്ചമുളകും കൂടെ, മുളകും നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, എന്നാലും 2 പച്ചമുളകും കൂടെ ചേർത്ത്. അപ്പം ഇതിവിടെ ഇരുന്നൊന്ന് തിളയ്ക്കും. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ മീനിന് ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ആരും ഇടത്തില്ലായിരിക്കും, പക്ഷെ ഞാനൊരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ചേർക്കും വറക്കാൻ. പക്ഷെ എല്ലാവരും ഇത് കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ചേർത്തിട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ കുറച്ച് മുളക് പൊടി. ഞാൻ ഈ മുളക് പൊടി കിടന്ന് ഇത് സ്പൂണങ്ങ് എടുത്തായിരുന്നു. അപ്പം നമുക്കൊരു സ്പൂണ് പിന്നെ മുളക് പൊടി ഇച്ചിരി ഏറെ മുളക് പൊടി ഇട്ടു. അപ്പം നമുക്ക് ഇതൊന്ന് യോജിപ്പിക്കാം. നമുക്ക് നമ്മളിതിങ്ങനൊന്ന് പുരട്ടി നമ്മുടെ പിന്നെ ചെങ്കലവായ. നമ്മൾ ഒത്തിരി ദിവസം കൂടിയായിപ്പോൾ ഈ മീൻ മേടിച്ച്. ഇപ്പം മീനൊന്നും ഇവിടെ കിട്ടാനില്ലായിരുന്നു. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മീൻ വെന്ത് കഴിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതൊന്ന് ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ മീനിങ്ങനെ പിന്നെ വെട്ടിയിട്ട് വെളിയിൽ കൊണ്ട കളി എന്ന് വെച്ചാൽ വെളിയിൽ നമുക്ക് പിന്നെ രാത്രിയല്ലേ അതുകൊണ്ട്. അപ്പം ഞാനെന്ത് ചെയ്ത് ഇതൊക്കെ ഒന്ന് പാത്രം എടുക്കാൻ
അപ്പം ഞാൻ ആദ്യം ഈ മീൻ വെട്ടിയത് ഒക്കെ ഇവിടെ എല്ലാം നല്ലോണം ഒന്ന് കഴുകിയിട്ടേ ഞാൻ അല്ലേ അങ്ങ് സ്മെല്ലായിരിക്കും. നമ്മൾ അന്നേരം തന്നെ അങ്ങ് കഴുകിയ ഒരു സ്മെല്ലും നമ്മുടെ വീട്ടിൽ വരുത്തി. ഞാൻ അന്ന് ഇതുപോലെ നമ്മൾ ഇതുപോലത്തെ ഒരെണ്ണം ഇങ്ങനെ ഇവിടെ വടിക്കുക, ഈ വെള്ളം ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അത് വടിക്കാൻ മേടിച്ചത്. നമുക്ക് അവർ വെച്ച് തന്ന പൈപ്പായിരുന്നു ഇത്. ഞാനിത് ഈ വെള്ളം വരാത്തതുകൊണ്ട് അവർ പറയുന്ന ഡീലർ പറയുന്ന ഇതിന് വിലയായിരുന്നു എന്ന് പറയും. പക്ഷേ ശരി, നമുക്കിത് അവിടോട്ടും ഇവിടോട്ടും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് പിടിച്ചൊഴിക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ വെള്ളം വരാത്തത് കൊണ്ട് അതിൻ്റെ ആ മാടി ഭാഗത്തേക്ക് ഞാൻ വലിച്ചു വരും. അപ്പം ഞാൻ അതും ഒന്ന് ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വടിച്ച് കളഞ്ഞ് അത് നമുക്ക് ഇങ്ങനെ ഓരോ സൈഡിലോട്ടും നമുക്കിത് എടുക്കാൻ പറ്റും. എല്ലായിടവും പക്ഷേ നല്ലതാണെന്ന് പറഞ്ഞത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെയൊക്കെ ഒന്ന് കഴുകാം, അതിനൊന്നും കുഴപ്പമില്ല. നമ്മുടെ മീൻ വെച്ച് സിങ്കൊക്കെ ഞാനൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി. നമുക്ക് ഇനി മീൻ തിളയ്ക്കുന്നിടം വരെ ഒന്ന് നോക്കാം. അപ്പം ഞാനാണെങ്കിൽ സിങ്കെല്ലാം ഒന്ന് കഴുകി മീനിൻ്റെ ഇതല്ലേ മണം വരുന്നത്, ഇച്ചിരി ഡെറ്റോൾ ഒഴിച്ചു. ഇനി നമുക്ക് മീനൊന്ന് നോക്കാം അടുത്ത്. അപ്പം നമ്മുടെ മീൻ എന്തായിരുന്നു നോക്കാം. മീനെല്ലാം നല്ലോണം പറ്റി മീനിൻ്റെ അടപ്പയിലെല്ലാം അങ്ങ് തിളച്ചത് വരും. നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഈ ഞാൻ കൂട്ടി വെച്ചേക്കും. ഉപ്പും പുളിയൊക്കെ നല്ലത്. അപ്പം നമ്മുടെ മീൻ കൂട്ടാനൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. മീൻ കൂട്ടാനെല്ലാം നല്ലോണം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തീ കുറച്ചുകൊണ്ടൊന്ന് ചുറ്റി വയ്ക്കും. മീനൊക്കെ നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് വറക്കാനുള്ള മീനിന് അങ്ങോട്ട് കയറും. അപ്പം നമ്മുടെ മീനെല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലോട്ട് ചെങ്കലവ വറുത്തരച്ച് വെച്ച ചെങ്കലവ കൂട്ടാൻ നമുക്ക് ഇതിങ്ങോട്ടൊന്ന് എടുത്ത് വെക്കാം. എൻ്റെ ചെങ്കലവ കൂട്ടാനോടെ ഇരിക്കും. നമുക്കിത് 2 മീനുണ്ടല്ലോ, അതൊന്ന് വറക്കാനെടുക്കാം. അപ്പം ഞാൻ മീൻ വറക്കുന്നത് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ. അവിടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് മീനിടും. അപ്പം ഞാൻ ഒരു കണ്ട് കരിയാപ്പില കഴുകിയിട്ടു ആ വറക്കുന്ന മീനാണ്. അപ്പം നമുക്ക് ഈ മീനെടുത്ത് ഇതിനകത്തോട്ട് ഇച്ചിരിയേറെ മുളകൊക്കെ പുരട്ടിയിട്ടുണ്ട്. ആ മുളകൊക്കെ നമുക്ക് ഇതിനകത്ത് മീനൊന്നും മൂക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ ചെങ്കലവ ഒരു വശമെല്ലാം മൂത്തു, അടുത്ത വശം ഞാൻ തിരിച്ചു. 3 എണ്ണമേ ഉള്ളായിരുന്നു, ഒത്തിരി ഒന്നുമില്ല. നമ്മുടെ ചെങ്കലവ കിടന്ന് അങ്ങനെ മൂക്കും. ഇനി എനിക്ക് ഇച്ചിരി അരിയും കൂടെ അരയ്ക്കണം. അപ്പോൾ 9 മണി കഴിഞ്ഞ് കരണ്ടിൻ്റെ അറിഞ്ഞിട്ട് അരയ്ക്കത്തുള്ളൂ. അപ്പം നമ്മുടെ മീനെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ, ഞാൻ ഗ്യാസും ഒന്ന് കെടുത്തി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ. ഓക്കെ, ബൈ.